ഈ വീഡിയോ കാണുന്ന ഷാർജയിൽ റോള, മുവൈല, അതുപോലെ തന്നെ അബുഷാഗര, ഖിസൈസ്, അൽനാദയൊക്കെ താമസിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേട്ടോളൂ. 3500 ദിർഹംസ് മന്തിൽ നിങ്ങളെ കൊണ്ട് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ 800 സ്ക്വയർ ഫീറ്റുള്ള ഒരു 1 ബെഡ്റൂം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1300 സ്ക്വയർ ഫീറ്റുള്ള ഒരു 2 ബെഡ്റൂം വന്നിട്ടുണ്ട്. 1800 സ്ക്വയർ ഫീറ്റ് മുതൽ 2000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു 3 ബെഡ്റൂം വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന റെന്റൽസ് എന്തായാലും 3500-4000 ദിർഹംസ് ഒക്കെ ആയിരിക്കും അല്ലേ. അതേ സെയിം എമൗണ്ട് നിങ്ങൾക്ക് മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് നിങ്ങൾക്ക് UAE അതായത് ഷാർജയിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രോജക്റ്റ് ഷാർജയിലെ ഒരു ഗവൺമെൻറ് ഡെവലപ്പറിൻ്റെയാണ്. നിങ്ങളുടെ അക്കൗണ്ടിലോ ക്രെഡിറ്റ് കാർഡിലോ അല്ലെങ്കിൽ ടാബിലോ ഒരു 40,000 ദിർഹംസ് ലിമിറ്റ് ഉണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിൽ 40,000 ദിർഹംസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻ്റ് ആയി അടച്ചാൽ മാത്രം മതി. അതിനുശേഷം മന്ത്ലി ഒരു 3500 ദിർഹംസ് വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഒരു 10,000-12,000 ദിർഹംസ് ഒക്കെ സാലറി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു 3500 ദിർഹംസ് മാറ്റി വയ്ക്കാൻ പറ്റില്ലേ. അതല്ല നിങ്ങൾക്കൊരു 2 ബെഡ്റൂം വേണമെങ്കിൽ ഒരു 70,000 ദിർഹംസ് ആദ്യം അടയ്ക്കുക. അതിനുശേഷം മന്ത്ലി ഒരു 6,000 ദിർഹംസ് വെച്ച് അടച്ചു കൊടുക്കുക. അല്ല നിങ്ങളുടെ ഫാമിലി വലുതാണ്, കുറേ മെമ്പേഴ്സൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊരു 3 ബെഡ്റൂം വേണമെങ്കിൽ അതിനും ഒരു ഓപ്ഷൻ ഉണ്ട്. ഏകദേശം 1800 സ്ക്വയർ ഫീറ്റ് മുതൽ 2000 സ്ക്വയർ ഫീറ്റ് വരെ ഉണ്ട്. ഒരു 90,000 ദിർഹംസ് നിങ്ങൾ ആദ്യം അടയ്ക്കുക. അതിനുശേഷം ഒരു 8,000 ദിർഹംസ് വെച്ചിട്ട് മന്ത്ലി അടച്ചു കൊടുത്താൽ മതി. മറ്റൊരു കാര്യം, 2 ബെഡ്റൂമിലും 3 ബെഡ്റൂമിലും പ്ലസ് മെയ്ഡ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇനി ഡിസ്കൗണ്ട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഓൺ ടേബിളിൽ ഒരു 2-3% വരെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഓപ്ഷനും ഞാൻ പറഞ്ഞുതരാം. ഇനി ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഷാർജ മുവൈല യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് ഫ്രണ്ടിലാണ്. നമ്മുടെ മക്കൾക്കൊക്കെ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ സ്കൂളിലേക്കുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, എന്നെ വിളിക്കുന്ന ചില ക്ലയൻസിന് മോർഗേജ് പോകാനൊന്നും താല്പര്യമില്ല. അങ്ങനെ മോർഗേജ് പോകാൻ താല്പര്യമില്ല, പലിശ കൊടുക്കാനൊന്നും താല്പര്യമില്ലാത്ത ഒരു ക്ലയൻ്റാണ്, ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പലിശ ഒന്നും കൊടുക്കാണ്ട് ഡയറക്റ്റ് ഡെവലപ്പറിന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ കൂടിയുണ്ട്. സോ ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണ് അല്ല നിങ്ങൾക്ക് താമസിക്കാനാണ് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണിത്. സോ ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.